ഇന്ന് സ്വാഗതം ആശംസിച്ച ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപിക, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യക്ഷയുടെ അനുവാദത്തോടുകൂടി 2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. സത്യത്തിൽ ആൾട്ടർനേം എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. അനാഥരായ മാതാപിതാക്കളെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കുന്ന, അതായത് മക്കളാലും ഉറ്റവരാലും ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാരെ അഭയകേന്ദ്രങ്ങളാക്കുമ്പോൾ കഷ്ടത അനുഭവിക്കുന്ന അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആൾട്ടർനേം. യാതൊരുവിധ ഫണ്ടും വെളിയിൽ നിന്ന് സ്വീകരിക്കാതെ 102 അംഗങ്ങൾ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് തന്നെ സ്വരൂപിച്ചുകൊണ്ട് അങ്ങ് വിളപ്പിൽശാലയിൽ എന്ന് പറയുന്ന ഗ്രാമത്തെ, തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാലയിൽ എന്ന് പറയുന്ന ഗ്രാമത്തെ ഒരു അമ്മയുടെ വേർപാടിൽ ഒരു മകൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഇതുപോലെയുള്ള അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. ഇതിൻ്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത് അങ്ങ് നൈജീരിയയിൽ നിന്നുകൊണ്ട് ആഷലളിത എന്ന് പറയുന്ന സഹോദരനും UK നിൽക്കുന്ന ആൻമനു എന്ന് പറയുന്ന ഒരു സഹോദരിയും പാലക്കാടുള്ള ഒരു സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഈ ഗ്രൂപ്പ് ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനം ഈ സ്കൂൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഇവിടുത്തെ പിഞ്ചോമന മക്കൾക്ക് ബുക്ക് വിതരണം നടത്തുവാൻ ആൾട്ടർനേമിനെ ദൈവം നിയോഗിച്ചു. ഈ വർഷവും അതുപോലൊരു ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ തന്നെ പറയട്ടെ, നേരത്തെ ഇവിടുത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ ഒരു നാടിൽ അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ വന്ന് ഇതുപോലുള്ള സ്നേഹനിധികളുടെ സ്നേഹം പകരുവാൻ ആൾട്ടർനേമിന് സാധിച്ചുവെങ്കിൽ ആൾട്ടർനേം ചെയ്യുന്ന സൽക്കർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു മകുടോദാഹരണമാണ്. ഞാൻ തന്നെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് രാവിലെ 5 മണിക്ക് പുറപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ നിറഞ്ഞ മനസ്സോടെയായിരിക്കും എൻ്റെ യാത്ര തിരിച്ച് ഞാൻ വീട്ടിൽ എത്തുന്നതും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ആൾട്ടർനേം എന്ത് തന്നെ ചെയ്യുന്നു, ഏത് സൽക്കർമ്മം ചെയ്യുന്നു, അത് നമുക്ക് പറയാനുള്ളത് ഈ വെട്ടിപ്പിടിക്കുന്നത് കെട്ടിപ്പോക്കുന്ന ഒന്നും ശാശ്വതമല്ല. ആകെ ചെയ്യുന്ന സൽക്കർമ്മം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നന്മ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുവാൻ അനുമതി നൽകുകയും ഇതുപോലെ ഈ ഒരു സദസ്സ് സമ്മാനിക്കുകയും ചെയ്ത ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ആൾട്ടർനേമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ കിഴക്കുവശത്ത് പുതുതായി ലാബ് ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ലേ, ഒരു ചെറിയ വെട്ടക്കുറവ് ഒരു സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ പറയുണ്ടായി. അന്നേരം തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തു, അതിനകത്തേക്ക് ബൾബ് മേടിക്കുവാൻ ആൾട്ടർനേമിൻ്റെ നാമധേയത്തിൽ ഒരു ചെറിയ സംഭാവന ബിനിച്ചേട്ടനും പിന്നെ ജോബിൻ ചേട്ടനും കൂടി സമ്മാനിക്കും. പിന്നെ എനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയത് കോട്ടയം ജില്ലയിലെ ജോബിൻ ചേട്ടനും ബിനിച്ചേട്ടൻ്റെയും ശ്രമഫലമായിട്ടാണ്. ഈ ഒരു നിമിഷം എനിക്കും ഒരു ഭാഗ്യം കിട്ടി. എന്ത് തന്നെയായാലും ആൾട്ടർനേമിനെ ചേർത്ത് പിടിക്കുവാനും ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായം ചെയ്യുവാൻ ആൾട്ടർനേം നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. എല്ലാവരെയും ജഗദീശ്വരൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ.